മാധവ് സുരേഷിനെതിരെ അതിരൂക്ഷ പ്രതികരണവുമായി യൂട്യൂബർ അശ്വന്ത് കോക്ക്. പണം വാങ്ങി റിവ്യൂ ചെയ്തതിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് കോക്ക് വെല്ലുവിളിച്ചു. മാധവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അശ്വന്ത് കോക്ക് വ്യക്തമാക്കി. യൂട്യൂബ് വീഡിയോ വഴിയാണ് അശ്വന്തിന്റെ പ്രതികരണം. സിയ സുസൻസാമാണ് വിവരങ്ങളുമായി ചേരുന്നത്. സിയ, തന്റെ സിനിമയ്ക്കെതിരെ നടക്കുന്ന ആസൂത്രിത ആക്രമണം എന്ന നിലക്കായിരുന്നു മാധവ് നേരത്തെ പ്രതികരിച്ചിരുന്നത്. അത് അശ്വന്ത് കോക്ക് അടക്കമുള്ള യൂട്യൂബർമാരെ ഉദ്ദേശിച്ച് തന്നെയാണ്. അതിൽ അശ്വന്ത് കോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് സിനിമ ഇഷ്ടമായില്ല എങ്കിൽ അദ്ദേഹം അതിനിശ്ചിത വിമർശനം മാത്രമല്ല, ഒരു 100 ടിക്കറ്റെങ്കിലും ഒരാൾ ആ സിനിമയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ക്യാൻസൽ ചെയ്യുന്ന പോലെയുള്ള റിവ്യൂവിംഗ് ആണ് അദ്ദേഹം നടക്കുന്നത്. മറ്റ് ഇഷ്ടം പോലെയുള്ള റിവ്യൂസ് നമുക്കിടയിലുണ്ട്. അവരൊക്കെ തന്നെ ഒരു പ്രതിപക്ഷ ബഹുമാനം മുൻനിർത്തിയാണ് റിവ്യൂ സാധാരണഗതിയിൽ ചെയ്യാറ്. അദ്ദേഹം ഒരു നശീകരണ സ്വഭാവത്തിലാണ് റിവ്യൂ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും മാധവ് അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും അശ്വന്തിന് നിയമം വഴി സ്വീകരിക്കാം. നിലവിൽ എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെയാണ് മാധവ് സുരേഷും നിർമ്മാതാവും തൻ്റെ പുതിയ സിനിമ അംഗം അട്ടഹാസം എന്ന പറയുന്ന ചിത്രത്തിന് വളരെ ഭയങ്കരമായിട്ടുള്ള മോശം റിവ്യൂകളാണ് ചിത്രം ഇറങ്ങിയ സമയം മുതലുള്ളത്. ഹെയ്റ്റ് ക്യാമ്പയിൻ വളരെ കൂടുതലായി കൂടുന്നു. അത് തൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയമാണോ അതോ തൻ്റെ സിനിമകൾക്ക് നിരന്തരമായി വരുന്ന ഹെയ്റ്റ് എന്തുകൊണ്ടാണ് ഈ കാരണം ഉണ്ടാകുന്നത് എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ള രീതിയിൽ മാധവ് സുരേഷ് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതേപോലെ തന്നെ നിർമ്മാതാവും തൻ്റെ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ വേണ്ടി അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു ആരോപണമൊക്കെ ഇന്നലെ ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അശ്വന്ത് കോക്ക് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അതിനോട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് ആ ഒരു പ്രതികരണത്തിലൂടെ. താൻ പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനുമാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ താൻ പറയുന്ന ചിത്രങ്ങൾ എത്ര റിവ്യൂസ് ആണെങ്കിലും സിനിമ കണ്ടിട്ടാണ് താൻ അത് പറയുന്നത്. ഒരിക്കലും താൻ പണം വാങ്ങിച്ചിട്ടല്ല ഇങ്ങനെ ഒരു റിവ്യൂ നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് തെളിയിക്കുകയാണെങ്കിൽ താൻ പണം വാങ്ങിച്ചിട്ട് 1 ലക്ഷം രൂപ താൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ വി ഡി സതീഷിനെ പോലെ താൻ വനവാസത്തിലേക്ക് പോകും. അപ്പോഴേക്കും താൻ ചെയ്യുന്ന ഈ പണി, ഈ റിവ്യൂ, സിനിമ കണ്ട് റിവ്യൂ പറയുന്ന ഈ യൂട്യൂബ് ചാനലടക്കം എല്ലാം നിർത്തിവെക്കുമെന്നാണ് ഇപ്പോൾ അശ്വന്ത് കോക്ക് അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നീട് പ്രധാനമായും അശ്വന്ത് കോക്ക് പറയുന്നത് നിർമ്മാതാവിനെ എതിരെയാണ്. നിർമ്മാതാവിൻ പേര് പറയാതെ തന്നെ അദ്ദേഹത്തെ ഒരുപാട് പറയുന്നു. താങ്കൾ ഇത് തെളിയിക്കുവാനും അതുപോലെ തന്നെ സിനിമകളെ കുറിച്ച് ഇപ്പോൾ തൻ്റെ പുതിയ സിനിമയെക്കുറിച്ചും ആട്ടെ അതിനെക്കുറിച്ചെല്ലാം വളരെ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് അശ്വന്ത് കോക്ക്. അതുപോലെ തന്നെ അവസാനമായിട്ട് ധ്യാൻ ശ്രീനിവാസനെയും ഇതിൽ പേര് പറയുന്നുണ്ട്. കാരണം ഒരുപാട് സിനിമകൾ ധ്യാൻ്റെ ഒരുപാട് സിനിമകൾ താൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ ആ മനുഷ്യൻ ഒരു വാക്ക് പോലും തന്നെ ഇതുപോലെ പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഗുണം കൊണ്ടാണെന്ന് ഒക്കെ ഈ അശ്വന്ത് കോക്ക് വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മാധവ് സുരേഷിനെ കുറിച്ച് പറയുന്നതായിട്ട് സുരേഷ് ഗോപിയുടെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. അതേപോലെ ഇയാളുടെ മൂത്ത ജ്യേഷ്ഠൻ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ നല്ല റിവ്യൂവും പറഞ്ഞിട്ടുണ്ട്. പടം നല്ലതാണെങ്കിൽ താൻ നല്ല റിവ്യൂ പറയും. അല്ലാതെ ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു റിവ്യൂ പറച്ചിൽ തനിക്കില്ല എന്ന് അശ്വന്ത് കോക്ക് വീഡിയോയിൽ പറഞ്ഞു. ശരി, സിനിമ എന്നുള്ളതൊരു സർഗ്ഗസൃഷ്ടിയാണ്, ഒരു കലാസൃഷ്ടിയാണ്. അത് ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ഈ റിവ്യൂവർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ഈ സിനിമയുടെ മുഴുവൻ അങ്ങ് വിധിച്ച് കളയാം എന്നൊക്കെ കരുതുന്നത് അങ്ങേയറ്റം ജനാധിപത്യപരമല്ലാത്ത ഒരു രീതിയാണ്. അത് മറ്റുള്ളവരെ കൂടി ചില ഘട്ടങ്ങളിൽ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അവർ വ്യക്തിഹത്യ പോലും നടത്തിക്കളയുന്നതാണ്. അതായത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ അവരുടെ വ്യക്തിപരമായി തന്നെ അവരെ കടന്നാക്രമിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ ഒക്കെ ഓരോ ഘട്ടങ്ങളിൽ ഉണ്ടാവുന്നത്. മറ്റു പലരെയും മുൻനിർത്തി തന്നെ പറയുന്നു. ഏറ്റവും മര്യാദ രീതിയിൽ, ഏറ്റവും ജനകീയമായ രീതിയിൽ റിവ്യൂ പറയുന്ന മറ്റു പലരും ഇവിടെ ഉണ്ടെന്നിരിക്കെ ഇദ്ദേഹത്തിനെതിരെ മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ പരിശോധിക്കുന്നത് തന്നെയാണ് അശ്വന്ത് കോക്ക് ഏത് രീതിയിലാണ് ഇയാൾ റിവ്യൂ ചെയ്യുന്നത് എന്നുള്ളത്. പണം വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത് മറ്റു പ്രശ്നം. പക്ഷേ ഒരു മര്യാദ അതുണ്ട്. അത് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ റിവ്യൂവിൽ കാണാറില്ല എന്നുള്ളതാണ് ചില ഘട്ടങ്ങളിലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ട ആളെന്ന നിലയ്ക്ക് എൻ്റെ കൂടെ അഭിപ്രായം.